ഇവർ വിവാഹിതരായാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭവാനിയുടെ ചതി അച്യുതൻ തിരിച്ചറിയുന്നതാണ്. അങ്ങനെ അച്യുതനാണെങ്കിൽ ഭവാനിയും നമ്മുടെ കമാലും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനായിട്ടിടയാകുന്നുണ്ട്. ഭവാനിയാണെങ്കിൽ കമാലിൻ്റെ അടുത്താണെങ്കിൽ എങ്ങനെയാണ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നതും ഒടുവിൽ അച്യുതൻ്റെ കൈകളിലേക്ക് താൻ ഏൽപ്പിച്ചതും എന്ന് പറയുന്നുണ്ട്. താൻ പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നത്. ആ സമയം അവിടെ അച്യുതൻ വരികയും അച്യുതൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ ഞാൻ കൊല്ലാനായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. ഇതേ സമയമാണെങ്കിൽ അയാളാണെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലാമെന്ന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ അയാൾക്കതിന് കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിനിടയിൽ എനിക്കറിയേണ്ട കാര്യം അത്രയേ ഉള്ളൂ, ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെയുണ്ടോ? അയാളെക്കുറിച്ചും അയാളുടെ ഡീറ്റെയിൽസിനെക്കുറിച്ചും എല്ലാം നീ അന്വേഷിക്കണം എന്ന് പറയുന്നു. കൂടാതെ അച്യുതനെങ്ങാനും എൻ്റെ പഴയ ഭർത്താവിൻ്റെ വീട്ടിലേക്കെങ്ങാനും അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ, സത്യമെങ്ങാനും അവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ പടുത്തുയർത്തിയ എൻ്റെ സാമ്രാജ്യം അതോടെ തീരും. അതിനു മുമ്പ് അയാളെ പൂട്ടണം, കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ കമാലാണെങ്കിൽ ശരി പറയുന്നൊരു കാഴ്ച കാണാം. അപ്പോഴാണെങ്കിൽ അച്യുതൻ എല്ലാ സത്യവും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഭവാനിയുടെ ചതി അച്യുതൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണെങ്കിലോ നമ്മുടെ ഭവാനിയാണെങ്കിൽ വീട്ടിലെ എല്ലാവരെയും നിർബന്ധിച്ചേക്കാണ് അജയും തൻ്റെ മകളുമായിട്ടുള്ള വിവാഹത്തിന്. പലരും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഭവാനിയാണെങ്കിൽ അപ്പോഴേക്കും പഴയ കഥകളും മറ്റു കാര്യങ്ങളും എടുത്തിട്ട് അവരെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട്, ദേ കഴിഞ്ഞതൊന്നും നീ ഇനിയിപ്പോൾ പുറത്തേക്ക് എടുക്കണ്ട. ഇവിടെ ആരും വിവാഹം നടത്തണ്ട എന്നോ കാലാവധി വേണമെന്നോ നീട്ടിവെക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നീ പകുതി കേട്ടിട്ട് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഭവാനി എന്ന് പറയുന്നു. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ഭവാനിയെ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട് എന്ന് കാണാം. അങ്ങനെയിരിക്കെ നമ്മുടെ ഭവാനിയുടെ മകളുടെ എൻട്രി കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ അച്യുതനാണെങ്കിൽ വളരെയധികം ടെൻഷനിലാണ്. എന്ത് ചെയ്യണം? ഇവരെ ഈ ചതിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് തൻ്റെ മകളെയും കൊണ്ട് പോയേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ തൻ്റെ മകളെ ഈ ദുഷ്ടക്കൂട്ടം ഉപദ്രവിക്കും, വകവരുത്തും, ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതിനനുവദിച്ചുകൂടാ എന്ന് നമ്മുടെ അച്യുതൻ മനസ്സിലൊരു തീരുമാനമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അച്യുതൻ എങ്ങനെയെങ്കിലും ഈ സ്ഥലം വിട്ട് പോയാലോ എന്നുവരെ ആലോചിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, സബ്സ്ക്രൈബ്